ഇന്ന് നമ്മൾ അനലൈസ് ചെയ്യാൻ വേണ്ടി എടുത്തിരിക്കുന്ന സ്റ്റോക്ക് ചോളമണ്ഡലം ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് ഫിനാൻസ് കമ്പനി ലിമിറ്റഡ് അഥവാ ചോള ഫിൻ എന്ന് പറയുന്ന ഈ ഒരു സ്റ്റോക്കാണ്. അതിൻ്റെ മന്ത്ലി ചാർട്ടാണ് ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത്. മന്ത്ലി ചാർട്ടിൻ്റെ കൂട്ടത്തിൽ ഈ ഒരു കറുത്ത വരയെന്ന് പറയുന്നത് 20 EMA ആണ്. 20 EMAയുടെ പ്രാധാന്യം കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഓൾറെഡി സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു EMA പ്രകാരം കൃത്യമായിട്ട് നമുക്ക് നോക്കുമ്പോൾ ഇവിടെ മനസ്സിലാക്കാൻ പറ്റുന്നത് ഇത് ലിസ്റ്റിങ്ങിന് ശേഷം കൃത്യമായിട്ട് എല്ലാ സ്ഥലങ്ങളിലും ഈ 20 EMAയിൽ നിന്ന് സപ്പോർട്ട് എടുത്താണ് കയറിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇതിന് പേരുദോഷം കേൾപ്പിക്കാൻ വേണ്ടിയിട്ട് ആ കോവിഡിൻ്റെ ടൈമിൽ മാത്രമാണ് താഴെ പോയത്. അതെങ്ങനെയാണോ താഴെ പോയത് അതിലും സ്പീഡിൽ തന്നെ ഇത് തിരിച്ച് കയറുകയും ചെയ്തിട്ടുണ്ട്. അതായത് അത്യാവശ്യം നല്ലൊരു ബുള്ളിഷ് മോഡിൽ അല്ലെങ്കിൽ ബയേഴ്സ് വളരെയധികം ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളൊരു സ്റ്റോക്കാണ് ചോള ഫിൻ എന്നാണ് എനിക്ക് ഇതിനകത്തുനിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമ്മൾ ഇതിപ്പം മന്ത്ലി ചാർട്ടാണെന്നുള്ളതിൽ ആരും പരിഭവം വിചാരിക്കേണ്ട. നേരെ നമ്മൾ വീക്കിലി പോയെന്ന് പറഞ്ഞാലും വേറെ വലിയ പ്രശ്നങ്ങളായിട്ടൊന്നും കാണാനില്ല. സെയിം അതിൻ്റെ തന്നെ ഒരു ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ എന്ന രീതിയിൽ നമുക്കിവിടെ കണ്ടാൽ മതി. നേരെ ഞാൻ ഇതിനെ ഒന്ന് സൂം ചെയ്ത് റീസെൻ്റ് ഇതിൻ്റെ ഗ്രോത്ത് അല്ലെങ്കിൽ റീസെൻ്റ് ഇതിൻ്റെ മൂവ്മെൻറ്റ് എങ്ങനെയുണ്ടെന്ന് ഞാൻ നോക്കുകയാണെങ്കിൽ ഞാനിപ്പം വീക്ക്ലി ചാർട്ടിലേക്ക് വന്നു. വീക്ക്ലി ചാർട്ടിൽ ഞാൻ മാക്സിമം ഇതിനെ സൂം ചെയ്ത് നമുക്ക് അനലൈസ് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടി ഞാൻ വെച്ച് കഴിയാൻ നേരത്ത് നമുക്കിവിടെ കാണാൻ പറ്റും ഇത് കൃത്യമായിട്ട് ഈ ഒരു റേഞ്ച് ഇവിടെ കൃത്യമായിട്ടുണ്ടാക്കി. ഇതിൻ്റെ ഞാൻ ഹൈയും അതുപോലെ തന്നെ ക്യാൻഡലിൻ്റെ ബോഡിയും കൂട്ടിക്കൊണ്ട് ഞാനിവിടെ ഒരു മാക്സിമം ടച്ച് കിട്ടത്തക്ക വിധത്തിൽ എവിടെയൊക്കെയാണോ ഒരു റിവേഴ്സൽ പാറ്റേൺ കാണിക്കുന്നത് അവിടെ എല്ലാം ടച്ച് ചെയ്തുകൊണ്ട് ഞാനൊരു ചെറിയൊരു സോൺ വരച്ചു. ഈ സോണിലേക്ക് വരാൻ നേരത്ത് ആദ്യം ഇവിടെ നിന്ന് വന്നു, റിവേഴ്സായി നേരെ വീണ്ടും ഇവിടെ നിന്ന് കയറി ബ്രേക്ക് ചെയ്യാൻ നോക്കി, നടന്നില്ല. വീണ്ടും തിരിച്ചിവിടെ വന്നു, അവിടെയും ബ്രേക്ക് ചെയ്യാൻ നോക്കി, നടന്നില്ല. പക്ഷേ ഇവിടെ ഒരു മൊമെൻറ്റം ക്യാൻഡിൽ വിത്ത് വോളിയത്തോടുകൂടി നോക്കി, അവിടെയും നടന്നില്ല. അപ്പം അതായത് ഈ ഒരു ഏരിയയിൽ അത്യാവശ്യം നല്ല ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷനോ അല്ലെങ്കിൽ നല്ല അത്യാവശ്യം പൈസയുള്ള ആൾ അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആരെങ്കിലും ഈ പറയുന്ന പോലെ മാർക്കറ്റിനെ റൈഡ് ചെയ്യാൻ പറ്റുന്ന ആരെങ്കിലും ഈ ഒരു ഏരിയയിൽ ഉണ്ടെന്നുള്ളതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. പ്രത്യേകിച്ചും ഈ ഒരൊറ്റ ക്യാൻഡിൽ, ഈ മൊമെൻറ്റം ക്യാൻഡിൽ വിത്ത് വോളിയത്തോടുകൂടി കയറിയ ഈ ഒരു ക്യാൻഡിലിനെ ഇതേ ഇരട്ടി സ്പീഡിൽ തന്നെ ഇത്രയും വലിയൊരു മൊമെൻറ്റം ക്യാൻഡിൽ ഒരു റെഡ് ക്യാൻഡിൽ ഇതേ ഒരു ക്യാൻഡിലിനെ റിവേഴ്സ് ചെയ്യാൻ പറ്റിയ ആളെന്ന് പറയുന്നത് ഒരു അത്യാവശ്യം നല്ല ഒരു ഒരു ഇൻസ്റ്റിറ്റ്യൂഷനോ അല്ലെങ്കിൽ നല്ലൊരു മാർക്കറ്റിൽ റൈഡ് ചെയ്യാൻ തക്ക കേപ്പബിൾ ആയിട്ടുള്ള ഏതെങ്കിലും ഒരാളായിരിക്കും എന്നുള്ളതാണ് നമുക്കിവിടെ മനസ്സിലാക്കാൻ പറ്റുന്നത്. ഈ ഒരു റേഞ്ചിനെ ബ്രേക്ക് ചെയ്യുക എന്നുള്ളത് ഈ ഒരു സ്റ്റോക്കിൻ്റെ മുന്നോട്ടുള്ള ഗ്രോത്തിനെ വളരെയധികം അത്യാവശ്യമുള്ള കാര്യമായിരുന്നു. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഇത് ചെറിയ വോളിയത്തോട് വലിയൊരു വോളിയത്തോട് കൂടിയിട്ടെന്ന് പറയാൻ പറ്റില്ല. ഇവിടെ വന്നപ്പോഴത്തേക്കും അത്യാവശ്യം ബയേഴ്സിൻ്റെ ഇൻട്രസ്റ്റ് ഇവിടെ കൂടി നിൽക്കുകയാണ്. ഇവിടെ നോക്കുമ്പോഴെല്ലാം നമുക്ക് കൂടുതലായിട്ടും ബയേഴ്സിനെ മാത്രമാണ് ഈ ഒരു ഏരിയയിൽ കാണാൻ പറ്റുന്നത്. അവർ മാക്സിമം ട്രൈ ചെയ്ത് ഇവിടെ വന്ന് ജസ്റ്റ് ഇവിടെ ഈ ഒരൊറ്റ ഒരു ക്യാൻഡിൽ, ഈ ക്യാൻഡിൽ ഒരു ആവറേജിന് മുകളിൽ വോളിയം ഉണ്ട്. ആ വോളിയം തള്ളി ഇതിനെ ക്രോസ് ചെയ്തതിന് ശേഷം അത് വീണ്ടും അതേ സെയിം ലെവലിനെ റീടെസ്റ്റ് ചെയ്തിട്ട് ചെറിയ ഒരു ക്യാൻഡിലോട് കൂടിയിട്ടാണ് ഇവിടെ നിൽക്കുന്നത്. ഇതൊരു ചെറിയൊരു റിവേഴ്സൽ സിഗ്നൽ ഇവിടെ നമുക്ക് നൽകുന്നുണ്ടെങ്കിൽ പോലും ഈ ഒരു റിവേഴ്സൽ സിഗ്നൽ നൽകുന്ന ലൈനെ നമ്മൾ അതിൻ്റെ ഹൈയെ നമ്മൾ ഇങ്ങനെ ഒരു ചെറിയൊരു ലൈൻ കൊണ്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ക്രോസ് ചെയ്യുകയാണ് നമുക്ക് പെട്ടെന്ന് കാണാൻ വേണ്ടിയിട്ട്. ഇവിടെ നമുക്ക് എൻട്രി ട്രിഗർ ആകുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഹൈയെ ക്രോസ് ചെയ്തൊരു വോളിയത്തോടുകൂടി, അതായത് ഇതേപോലെ ഒരു ക്യാൻഡിൽ, അത് ആവറേജ് വോളിയത്തിന് മുകളിൽ ഒരു വോളിയത്തോടു കൂടിയിട്ട് ഒരു ക്യാൻഡിൽ ഇവിടെ ക്രോസ് ചെയ്ത് കിട്ടുകയാണെങ്കിൽ, അതും അത്യാവശ്യം മൊമെൻറ്റം ഒരു ക്യാൻഡിലാണെങ്കിൽ വളരെ നല്ല, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കോൺഫിഡൻസോടുകൂടി ഈ ഒരു ട്രേഡിലിരിക്കും. പക്ഷേ ഓവറോൾ ഈ ഒരു ട്രേഡിൽ നോക്കാൻ നേരത്ത് നല്ലൊരു മൊമെൻറ്റം അല്ലെങ്കിൽ നല്ല ഒരു ഗ്രോത്ത് പൊട്ടൻഷ്യലുള്ള സ്റ്റോക്കായിട്ട് തന്നെയാണ് നമുക്കിതിനെ കൺസിഡർ ചെയ്യാൻ പറ്റുന്നത്. ഇത് വർഷങ്ങളായിട്ട് ഇത് ലിസ്റ്റ് ചെയ്ത അന്ന് മുതൽ ഈ സ്റ്റോക്ക് മുൻപോട്ട് പോകുന്നതല്ലാതെ ഒരു തവണ പോലും ഇത് കാര്യമായ രീതിയിൽ ഒരു യൂഷ്വൽ സിറ്റുവേഷൻ അല്ലെങ്കിൽ ഒരു നോർമൽ സിറ്റുവേഷനിൽ ഇതിനെ ബ്രേക്ക് ചെയ്ത് 20 EMA ബ്രേക്ക് ചെയ്ത് താഴേക്ക് പോയിട്ടില്ല എന്നുള്ളത് നമുക്ക് കാണാൻ പറ്റുന്നതാണ്. ഇവിടെ ശ്രദ്ധിച്ചൊന്ന് കാണാൻ സാധിക്കും നമുക്കത്. അപ്പോൾ എന്തായാലും നിങ്ങൾ സ്റ്റഡി ചെയ്യുക. ഇതൊരിക്കലും ഒരു ബൈ ആൻഡ് സെൽ റെക്കമെൻഡേഷൻ അല്ല, ജസ്റ്റ് എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി മാത്രമുള്ളതാണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. താങ്ക്